Friends, welcome back to English Ladder. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയായിരുന്നോ? എന്താ ഇംഗ്ലീഷിൻ്റെ നട്ടും ബോൾട്ടും എന്നല്ലേ? ഇംഗ്ലീഷിന് എവിടെ നിന്നാണ് നട്ടും ബോൾട്ടും എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചത്. അപ്പോൾ നമ്മൾ ഈ നട്ടും ബോൾട്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പല പല സാധനങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ അല്ലേ? അങ്ങനെ ഒരു പുതിയൊരു സാധനം നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷിനും നട്ടും ബോൾട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിന് ഈ നട്ടും ബോൾട്ട്സൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ വീഡിയോ. നമ്മളിന്നിവിടെ 5 സിമ്പിൾ കൺജങ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് കൺജങ്ഷൻസ് ആണെന്ന് അറിയില്ലായിരുന്നായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കറക്റ്റ് മീനിങ് എന്തൊക്കെയാണ്, അപ്പോൾ കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇംഗ്ലീഷിൻ്റെ നട്ടും ബോൾട്ടും എന്നൊക്കെ പറയുന്നത് കൺജങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കൺജങ്ഷൻസ്? കൺജങ്ഷൻസ് ആർ യൂസ്ഡ് ടു കണക്ട് ഓർ ജോയിൻ two words or group of words or sentences. അപ്പോൾ രണ്ട് വേർഡ്സിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസസിനെ പരസ്പരം കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ മിക്കപ്പോഴും തന്നെ യൂസ് ചെയ്യാറുള്ള കുറച്ച് കൺജങ്ഷൻസ് ഉണ്ട്. ചിലർക്ക് അറിയില്ലായിരിക്കും ഇതൊക്കെ കൺജങ്ഷൻസ് ആയിരുന്നു എന്ന്. അപ്പോൾ അങ്ങനത്തെ 5 കൺജങ്ഷൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഈ കൺജങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ കുറേ കുഞ്ഞു സെൻറ്റൻസ് യൂസ് ചെയ്യുന്നതിന് പകരം ഒറ്റ സെൻറ്റൻസ് ആക്കി പറയാം. പക്ഷേ അതിനിടയിൽ നമുക്ക് ഈ കൺജങ്ഷൻസും യൂസ് ചെയ്യാം. അപ്പോൾ എന്താ, കേൾക്കുന്നവർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല, പറയുമ്പോഴാണെങ്കിലും പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് കൺജങ്ഷൻസ് ആണ് നമ്മൾ ഇന്നോടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കൺജങ്ഷനാണ് ആൻഡ്. ഈ കൺജങ്ഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ് അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കും. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ആൻഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ബ്രെഡ് ആൻഡ് ബട്ടർ, ടോം ആൻഡ് ജെറി, മീര ആൻഡ് താര ആർ ഫ്രണ്ട്സ്. ഇവിടെ എന്താണ്? മീര ആൻഡ് താര ആർ ഫ്രണ്ട്സ്. മീരയും താരയും സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത് അല്ലേ? പക്ഷേ ഇത് നമ്മൾ ആൻഡ് യൂസ് ചെയ്യാതെയാണ് പറയുന്നതെങ്കിലോ? മീര ഇസ് താരാസ് ഫ്രണ്ട്, താര ഇസ് മീരാസ് ഫ്രണ്ട്. അങ്ങനെ 2 സെൻറ്റൻസ് ആയിട്ട് പറയേണ്ടി വരും അല്ലേ? പക്ഷെ നമ്മൾ ഈ ആൻഡ് നടുക്ക് കൊണ്ടുവരുമ്പോഴോ മീര ആൻഡ് താര ആർ ഫ്രണ്ട്സ്. അപ്പോൾ മീര താരയുടെ സുഹൃത്താണ്, അതേപോലെ തന്നെ താര മീരയുടെയും സുഹൃത്താണ് എന്ന് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കി പറയുന്നതിന് പകരം താരയും മീരയും സുഹൃത്തുക്കളാണ്. ആൻഡ് അവിടെ യൂസ് ചെയ്തതിലൂടെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് കൺജങ്ഷൻ എന്താണെന്ന് നോക്കാം. ദ സെക്കൻഡ് കൺജങ്ഷൻ ഇസ് ബട്ട്. ഇതും നമുക്ക് അറിയാവുന്നൊരു കൺജങ്ഷനാണ്, നമ്മൾ മിക്കപ്പോഴും തന്നെ യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ ബട്ട് എന്ന് പറഞ്ഞ കൺജങ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദ കൺജങ്ഷൻ ബട്ട് ഇസ് യൂസ്ഡ് ടു ജോയിൻ 2 ഓപ്പോസിറ്റ് ഐഡിയാസ്. അപ്പോൾ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ട് എന്ന് പറഞ്ഞ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു വരുന്ന സെൻറ്റൻസിൻ്റെ പാർട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബട്ടിന് മുമ്പ് യൂസ് ചെയ്ത ആ ഒരു സെൻറ്റൻസിൻ്റെ പാർട്ടിന് അവിടെ പ്രസക്തി ഇല്ലാതായി പോകും. നമുക്ക് സെൻറ്റൻസിൽ എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ, ഐ നീഡ് ടു സ്റ്റഡി ബട്ട് ഐ എം ലേസി. എനിക്ക് പഠിക്കാനുണ്ട് പക്ഷേ എനിക്ക് മടിയാണ് അല്ലേ? നമുക്ക് മിക്കപ്പോഴും തോന്നാറുള്ള കാര്യമാണ്. പഠിക്കണം തോന്നും, പക്ഷേ മടിയാണ് പഠിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഐ നീഡ് ടു സ്റ്റഡി. സെക്കൻഡ് പാർട്ട് എന്താണ്? ഐ എം ലേസി. അപ്പോൾ നമ്മൾ ഈ ബട്ട് എന്നുള്ള കൺജങ്ഷൻ വെച്ചാണ് ഈ 2 സെൻറ്റൻസസ് അല്ലെങ്കിൽ 2 പാർട്സ് ജോയിൻ ചെയ്യുന്നത്. ഐ നീഡ് ടു സ്റ്റഡി ബട്ട് ഐ എം ലേസി. അങ്ങനെ പറയുമ്പോൾ ബട്ട് കഴിഞ്ഞ് വരുന്ന പാർട്ട് ഐ എം ലേസി എന്ന് പറയുന്നതിലൂടെ മടിയാണ്. അപ്പോൾ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതുകൊണ്ട് വല്ല പ്രസക്തി ഉണ്ടോ? മടിയാണ്, പക്ഷെ പഠിക്കാൻ പറ്റില്ല മടിയായതുകൊണ്ട് അല്ലേ? അതേപോലെ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. മൈ ഫ്രണ്ട് ബോട്ട് മി എ ഡ്രസ് ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ഇവിടെയും 2 പാർട്സ് ഉണ്ട്. മൈ ഫ്രണ്ട് ബോട്ട് മി എ ഡ്രസ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ഇത് രണ്ടും നമ്മൾ ബട്ട് വെച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട് നമുക്ക് ഡ്രസ്സ് മേടിച്ചു തന്നു, പക്ഷെ നമുക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ ഡ്രസ്സ് മേടിച്ചു തന്നു എന്നുള്ളത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം എന്താ? നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി തേർഡ് കൺജങ്ഷൻ നോക്കാം. സോ ദ തേർഡ് കൺജങ്ഷൻ ഇസ് therefore ആൻഡ് സോ. ഇവിടെ നമ്മൾ യൂസേജ് ഏകദേശം സെയിം ആയിട്ട് വരുന്ന 2 കൺജങ്ഷൻസ് ആണ് ഒരുമിച്ച് നോക്കുന്നത്, therefore and so. The conjunction therefore and so are used to show the result of an action. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതിൻ്റെ
റിസൾട്ട് കാണിക്കാനാണ് നമ്മൾ therefore അല്ലെങ്കിൽ so എന്നുള്ള കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാലോ. They prepared well for the exam. Therefore, they scored good marks. ഇവിടെ ആക്ഷൻ എന്താണ്? They prepared well for the exam. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ therefore പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പാർട്ടിൽ പറയുന്നത്. Therefore, they scored good marks. അപ്പോൾ ഇവിടെ ആക്ഷൻ്റെ ആക്ഷനും റിസൾട്ടും നമ്മൾ ജോയിൻ ചെയ്യുന്നത് therefore എന്നുള്ള കൺജങ്ഷൻ വെച്ചാണ്. അതേപോലെ തന്നെയാണ് so എന്ന് പറയുന്ന കൺജങ്ഷനും. I missed the bus, so I took an auto. എനിക്ക് ബസ് മിസ്സായി, അതുകൊണ്ട് ഞാനൊരു ഓട്ടോ എടുത്തു. ഓക്കെ, I missed the bus, so I took an auto. ഇവിടെ ആക്ഷൻ എന്താണ്? I missed the bus. ആ ആക്ഷൻ്റെ റിസൾട്ട് എന്താണ് വന്നത്? ഞാനൊരു ഓട്ടോ പിടിച്ച് പോയി. I missed the bus, so I took an auto. The fourth conjunction is because. ഇതും വൺ ഓഫ് ദ മോസ്റ്റ്ലി യൂസ്ഡ് കൺജങ്ഷൻസ് ആണ് അല്ലേ? അപ്പോൾ എന്താണ് ഈ ബിക്കോസ് എന്ന് പറയുന്നത്? കാരണം എന്ന് പറയല്ലേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത therefore and so ആ കൺജങ്ഷൻസും ബിക്കോസും ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും therefore-ഉം ബിക്കോസും ഒക്കെ സെയിം അല്ലേ എന്ന് അല്ലേ? പക്ഷെ അങ്ങനെയല്ല. therefore and so അതിൻ്റെ മീനിങ് എന്താ? അതിനാൽ, അതുകൊണ്ട്. പക്ഷേ ബിക്കോസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കാരണത്താൽ, ഈ ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് ഈ ഒരു കാര്യം സംഭവിച്ചു. അവിടെ നമ്മൾ റീസൺ ആണ് കാണിക്കുന്നത്. സോ ദ കൺജങ്ഷൻ ബിക്കോസ് ഇസ് യൂസ്ഡ് ടു ഷോ റീസൺ. We'll look at the examples. I couldn't talk to him because he was busy. ഇവിടെ എന്താണ് സംഭവിച്ചത്? I couldn't talk to him. എനിക്ക് അവനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ റീസൺ ആണ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നത്. ബിക്കോസ് പ്ലേസ് ചെയ്തതിന് ശേഷം റീസൺ എന്താണ്? ബിക്കോസ് he was busy. Okay, next example. She couldn't go to school because she was sick. അവൾക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചില്ല, കാരണം അവൾക്ക് സുഖമില്ലായിരുന്നു. So the fifth and final conjunction is if. if. അതിൻ്റെ മീനിങ് എന്താണ്? എങ്കിൽ. അവിടെ ഒരു കണ്ടീഷനാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അല്ലേ? സോ ദ കൺജങ്ഷൻ ഇഫ് is used to show condition. Okay, we will look at the examples. The first example is let me know if you see them. ഇവിടെ രണ്ട് പാർട്സ് ഉണ്ട്. let me know, you see them. ഇതിനെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇഫ് എന്നുള്ള കൺജങ്ഷൻ വെച്ചാണ്. അപ്പോൾ ഇഫിൻ്റെ മീനിങ് എന്താ ഞാൻ പറഞ്ഞു തന്നത്? എങ്കിൽ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് let me know, എന്നെ അറിയിക്കൂ. if you see them, അവരെ കാണുമെങ്കിൽ, നിങ്ങൾ അവരെ കാണുമെങ്കിൽ എന്നെ അറിയിക്കൂ. അവിടെയാണ് നമ്മൾ ഇഫ് എന്നുള്ള കൺജങ്ഷൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ, we will get wet if it rains. മഴ പെയ്യുമെങ്കിൽ we will get wet അല്ലേ? അപ്പോൾ അവിടെ സാധ്യതയാണ് പറയുന്നത്, അവിടെ ഒരു കണ്ടീഷനാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. മഴ പെയ്താൽ നമ്മൾ നനയും, മഴ പെയ്യുമെങ്കിൽ നമ്മൾ നനയും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ we will get wet if it rains. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇന്ന് നോക്കിയ എല്ലാ കൺജങ്ഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷിന് അട്ടംബോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ 5 കൺജങ്ഷൻസിൽ തീരുന്നതല്ല കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് കൺജങ്ഷൻസ് ആയിട്ട് നിങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.